എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എല്ലാവർക്കും അറിയാം, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി ഉയരുന്ന അവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇന്ന് ഭൂരിഭാഗം ആൾക്കാരിലും കാണുന്ന ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഒരു ക്രോണിക് ഡിസീസാണ്. അതിനാൽ അത് കംപ്ലീറ്റ്ലി ക്യൂവേർഡായി എന്ന് നമ്മൾക്ക് പറയുവാൻ കഴിയില്ല. പിന്നെ റെമിഷൻ എന്നൊരു സ്റ്റേജിലേക്ക് പ്രമേഹത്തെ കൊണ്ടെത്തിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നതാണ്. അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ റെമിഷനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പ്രമേഹത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ HbA1c ലെവൽ 6.5 താഴെയും ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് 126 താഴെയും 3 മാസം തുടർന്ന് നിന്നാൽ ആ വ്യക്തിക്ക് മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം എന്നത്. പ്രമേഹം മാറി എന്ന് കരുതി ജീവിതശൈലി പിന്തുടരാതിരുന്നാൽ ഡയബറ്റിസ് തിരികെ എത്തും. ചിട്ടയായ ജീവിതശൈലിയും കൃത്യമായ ഇടവേളകളിൽ രക്തപരിശോധനയും നിർബന്ധമാണ്. മാസത്തിലൊരിക്കലെങ്കിലും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഡയബറ്റിസിന് പല വകഭേദങ്ങളുണ്ടല്ലോ. ഇതിൽ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആണ് ജീവിതശൈലിയിലൂടെ നമ്മൾക്ക് റിവേഴ്സ് ചെയ്യുവാൻ കഴിയുന്നത്. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള എല്ലാ വ്യക്തികളിലും ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൽ നമ്മൾക്ക് മെഡിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റില്ല. അതിനാൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ജീവിതശൈലിയിലൂടെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുവാൻ നമ്മൾക്ക് കഴിയുന്നതാണ്. ജസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് പ്രഗ്നൻസിയോടുകൂടി ഡെവലപ്പ് ചെയ്യുന്നത്, അത് ഡെലിവറിയോടുകൂടി റിസോൾവ് ആകും. ചില ഡയബറ്റിസ് ഉണ്ട്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റിസ് എന്ന് പറയും. അതായത് സ്റ്റീറോയിഡ് തെറാപ്പിയുടെ ഭാഗമായി ഡെവലപ്പ് ചെയ്യുന്നത്. അത് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ താനെ കറക്റ്റ് ആകും. ഡയബറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തവരിലും ഡയബറ്റിസിൻ്റെ ആരംഭഘട്ടത്തിലുള്ളവരിലുമാണ് ജീവിതശൈലിയിലൂടെ അമിതഭാരം നിയന്ത്രിക്കുക വഴി റെമിഷൻ പോസിബിൾ ആകുന്നത്. അമിതഭാരം മൂലം ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പ് അടിയുമ്പോൾ അവയ്ക്ക് സാധാരണഗതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരും. പാൻക്രിയാസിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പാണ് ഇൻസുലിൻ സെക്രീഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതും ഡയബറ്റിസ് ഉണ്ടാവാൻ കാരണമാകുന്നതും. ആരംഭഘട്ടത്തിലുള്ളവരിൽ, അമിതവണ്ണം ഇല്ലാത്തവരിൽ പാൻക്രിയാസിൻ്റെ ക്ഷമത ഏറെക്കുറെ നല്ലതാണ്. അമിതവണ്ണവും അമിത കൊഴുപ്പും കുറയ്ക്കുക വഴി വർഷങ്ങളോളം മരുന്നുകളില്ലാതെ കഴിയുവാൻ നമ്മൾക്ക് പറ്റും. ലോ കാലറി ലോ കാർബ് ഡയറ്റ്, അതായത് കാലറി കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ്, അന്നജം കുറഞ്ഞ ഡയറ്റാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ 3 കമ്പോണൻസും സാറ്റിസ്ഫൈ ചെയ്യണം. കാർഡിയാക് എക്സസൈസിനോടൊപ്പം ഫ്ലെക്സിബിലിറ്റിയും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ഉൾപ്പെടുത്തണം. ഇതിന് ഒരു ഡയറ്റീഷ്യൻ്റെയും സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് എക്സ്പേർട്ടിൻ്റെയും സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. മെഡിസിൻസ് എടുക്കേണ്ട ഒരവസ്ഥയിലാണെങ്കിൽ മെഡിസിൻസ് എടുത്തേ മതിയാകൂ. പലർക്കും ഒരു സംശയമുണ്ട്, മെഡിസിൻസാണ് കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുന്നതെന്ന്. എന്നാൽ ഒരിക്കലുമല്ല. മെഡിസിൻസ് എടുക്കാതിരിക്കുന്നതാണ് ഡയബറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് പലരും ചോദിക്കാറുണ്ട്, മെഡിസിൻസ് മാത്രം മതിയോ ഡയബറ്റിസ് ക്യൂർ ചെയ്യാനെന്ന്. ഒരിക്കലുമല്ല. മെഡിസിൻസ് ഒപ്പം തുല്യ പ്രാധാന്യം വഹിക്കുന്ന ഘടകമാണ് ഭക്ഷണവും വ്യായാമവും. അതിനാൽ ഇത് 3 ഒരുപോലെ കൊണ്ടുപോയി ഡയബറ്റിസിൽ നിന്ന് രക്ഷ നേടും.